കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിൽ മോഷണ പരമ്പര. തസ്കരനെ പിടികൂടുവാൻ കഴിയാതെ പോലീസ്. മോഷണം നടന്ന സ്ഥലങ്ങളിലെ CCTVയിൽ പതിഞ്ഞത് മെലിഞ്ഞ ഒരാളുടെ രൂപമാണ്. നിരന്തരം മോഷണമുണ്ടായതോടെ വ്യാപാരികളുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. പോലീസ് ഉണർന്നു പ്രവർത്തിച്ച് തസ്കരനെ പിടികൂടണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഹൈറേഞ്ചിന്റെ മിക്ക ഭാഗങ്ങളിലും മോഷണം വ്യാപകമായതോടെ വ്യാപാരികളുടെ ഉറക്കവും നഷ്ടപ്പെട്ടു. സ്വരാജ്, പെരിയോൻകവല, മേരികുളം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ മോഷണം നടന്നിരുന്നു. വിഷു തലേന്ന് മാട്ടുക്കട്ടയിൽ ഒരു ബേക്കറിയിൽ മോഷണവും മറ്റൊരു ബേക്കറിയിൽ മോഷണ ശ്രമവും നടന്നു. കഴിഞ്ഞ വർഷങ്ങളിലും ഈ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മോഷണം നടന്നിരുന്നു. മോഷണം നടന്നപ്പോഴെല്ലാം CCTVയിൽ തെളിയുന്നത് മെലിഞ്ഞ ഒരാളുടെ രൂപമാണ്. മുഖം മറിഞ്ഞിരിക്കുന്നതിനാൽ ആളെ വ്യക്തമല്ല. രാത്രി 1 മണിക്ക് ശേഷമാണ് ഈ തസ്കരൻ എത്തുന്നത്. പൂട്ട് തകർത്താണ് കടയ്ക്കുള്ളിൽ കയറുന്നത്. മുമ്പ് തകർക്കുന്ന താഴ് അവിടെ ഉപേക്ഷിച്ചു പോയിരുന്നു. ഈ വർഷം തകർക്കുന്ന താഴുകൾ കൊണ്ടുപോകുന്ന രീതിയാണ് തസ്കരൻ അവലംബിക്കുന്നത്. ഇത്രയും അധികം മോഷണം നടന്നിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാനോ തുമ്പുണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല. സ്വരാജ് മുതൽ പെരിയോൻകവല, മാട്ടുക്കട്ട, മേരികുളം തുടങ്ങിയ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 1 മാസമായിട്ട് മോഷ്ടാവിൻ്റെ അല്ലെങ്കിൽ മോഷ്ടാക്കളുടെ വിളയാട്ടമാണ്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിരന്തരം മോഷണവും നടക്കുന്നു. വ്യാപാരികൾക്ക് കടയടച്ച് വീട്ടിൽ പോയിരിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. ആയതിനാൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് മതിയായ സംരക്ഷണം നൽകണമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം പോലീസിൻ്റെ പട്രോളിംഗ് ശക്തമാക്കണമെന്നും ഈ CCTVയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ പതിഞ്ഞിരിക്കുന്ന ഒരു മോഷ്ടാവിൻ്റെ പടമാണ്. എല്ലായിടത്തും ഒരേ മോഷ്ടാവിൻ്റെ പടം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ആയിരിക്കണം ഇതിൻ്റെ പിന്നിലെന്നാണ് മനസ്സിലാകുന്നത്. ആയതിനാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വളരെ ശക്തമായ നടപടി, അത് പട്രോളിംഗ് ഉൾപ്പെടെ ഏർപ്പെടുത്തണമെന്നും ഇത് വ്യാപാരികൾക്കും നാട്ടുകാർക്കും സ്വസ്ഥമായി കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കണമെന്നും അറിയിച്ചുകൊള്ളു. ഒറ്റയ്ക്ക് ഒരാൾ മാത്രമാണ് CCTVയിൽ കാണുന്നത്. സഹായികളില്ലാതെ മോഷണമാണ് ഇയാൾ നടത്തുന്നത്. കഴിഞ്ഞ 2 വർഷമായി തിരഞ്ഞെടുക്കുന്ന ജംഗ്ഷനിലെത്തി മോഷണം ചെയ്യുന്ന ഇയാളെ കണ്ടെത്താൻ പോലീസിന് ഇനിയും ആയിട്ടില്ല. പോലീസ് ഇരുട്ടിൽ തപ്പുകയാണ്. പോലീസ് പട്രോളിംഗ് 10 മണിയോടെ അവസാനിക്കും. ഇതറിയാവുന്ന തസ്കരൻ മോഷണം നടത്തിയതെല്ലാം 1 മണിക്ക് ശേഷം എത്തിയാണ്. CCTVയിൽ ഇയാളുടെ രൂപം തെളിഞ്ഞിരിക്കുന്നത് 1:15-നും 2 മണിക്കും ഇടയിലാണ്. മോഷണം വർദ്ധിച്ചതോടെ കടയടച്ച് വീട്ടിൽ പോയി തൊഴിലുമായി അന്തി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് വ്യാപാരികൾ. അതിനാൽ നേരം പുലരുവോളം ടൗണിൽ പട്രോളിംഗ് നടത്തണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. ഇടുക്കി വിഷൻ ന്യൂസ്, അയ്യപ്പൻകോവിൽ.